കർത്താവ് നമ്മളെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ നമ്മൾ പിന്മാറി പുറകോട്ട് നോക്കുന്നവരായിട്ട് തീരാതിരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഉപജീവന ചിന്തകളാൽ. കാരണം ദൈവത്തിൻ്റെ വചനത്തിനകത്ത് വിത്ത് വിതയ്ക്കുന്ന ഉപമ പറയുമ്പോഴും പറയുന്നുണ്ട്, ഉപജീവന ചിന്തകളാൽ വ്യാകുലപ്പെട്ടിട്ട് ദൈവത്തിൻ്റെ വചനത്തിന് അതിൻ്റേതായിരിക്കുന്ന ഫലം പുറപ്പെടുവിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്ന ഒരു കാര്യം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പറയുന്നത് ഫറവോൻ എപ്പോഴും നമ്മളെ ബിസിയാക്കി നിർത്തുവാനായിട്ടാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഫറവോൻ്റെ ജോലി അതാണ്, നമ്മളെ ബിസിയാക്കുക, നമ്മളെ ദൈവികമായിരിക്കുന്ന വിഷയങ്ങൾക്കൊന്നിനും നമുക്ക് സമയമില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഫറവോൻ്റെ ചിന്തയും പ്ലാനുകളും. എനിവേ, നമ്മുടെ അതിനെ എങ്ങനെ നമുക്കതിനെ ഓവർകം ചെയ്യാം? ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നമ്മുടെ എല്ലാ ജീവിതത്തിലെ ഇങ്ങനെ പത്രോസ് ലേഖനം പറയുന്നുണ്ട്, കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് നൽകി തന്നിരിക്കുന്നു എന്ന്. അപ്പോൾ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിനകത്ത് നമ്മുടെ ജീവന് വേണ്ടിയതല്ല, നമ്മുടെ ജീവനും ഭക്തിക്കും വേണ്ടി നമ്മുടെ എല്ലാം നമുക്ക് വേണ്ടി പകർന്നു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പക്ഷേ പകർന്നു തന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതിനെക്കുറിച്ച് അറിയത്തില്ല എങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഉപകാരം ഉണ്ടാകാനായിട്ട് പോകുന്നില്ല, അല്ലേ? നമുക്കറിയാൻ മേലാത്തത് നമുക്ക് ഉപകാരമായിട്ട് വരികയില്ല. അതിനോടുള്ള ബന്ധത്തിലാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് കർത്താവിൽ ശരണപ്പെടുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചകാലം ചിന്തിച്ചു. അതിനോടുള്ള തുടർ ഒരു മെസ്സേജ് പോലെയാണ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. ഇംഗ്ലീഷിലിരിക്കുന്നത് സോ വാക്ക് യീ ഇൻ ഹിം. നമ്മുടെ ജീവിതം എന്നുള്ളതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ജീവിതം മുന്നോട്ടുള്ള നമ്മുടെ റോമാലേഖനത്തിനകത്ത് കർത്താവ് അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ മരിച്ചു, കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ അടക്കപ്പെട്ടു, കർത്താവായ യേശു ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റു. പിന്നെന്തുവാ? ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, ന്യൂനെസ് ഓഫ് ലൈഫ്, ഒരു ന്യൂ ലൈഫ്, പുതിയ ജീവിതത്തിൽ നടക്കേണ്ടതിന് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ന്യൂ ലൈഫ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം പറയുവാണെങ്കിൽ, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഇത് കർത്താവായ യേശുക്രിസ്തു പറയുവാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചാൽ, നിക്കോഡിമോസ് കർത്താവിൻ്റെ അടുക്കൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ വീണ്ടും ജനനത്തെക്കുറിച്ച് അവിടെ സംസാരിച്ചു. അപ്പോൾ നിക്കോഡിമോസ് ഒരു ജെനുവിനായിരിക്കുന്ന ഒരു ഡൗട്ട് കർത്താവിനോട് ചോദിച്ചു. പ്രാക്ടിക്കലായിരിക്കുന്ന ഒരു ഡൗട്ടാണ്. അതായത്, ഞാൻ ഇങ്ങനെ വളർന്ന് വലുതായി ഒരു പുരുഷനായ ശേഷം പിന്നെ എങ്ങനെയാണ് അമ്മയുടെ ഉദരത്തിൽ കയറിയിട്ട് വീണ്ടും ജനിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പോൾ കർത്താവ് അതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞൊരു മറുപടിയാണ്, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിൽ നിന്ന് ജനിച്ചത് ആത്മാവാകുന്നു. അപ്പോൾ നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതാണ്, ജഡത്തിൽ നിന്ന് നമ്മളെല്ലാവരും ജനിച്ചവരാണ്. അതുപോലെ തന്നെ വേറൊരു ജനനമുണ്ട്, ആത്മാവിനാലുള്ള ഒരു ജനനം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പ്രതിപാദിക്കാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ആത്മീയത എന്ന് പറയുന്നൊരു വിഷയമാണ്. അത് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടതും, അതുമാത്രമല്ല അത് എന്താണ് എന്തല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് കിടന്ന് കുഴഞ്ഞു മറിയത്തേ ഉള്ളൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു വിഷയത്തെക്കുറിച്ച് ഒരു വ്യക്തത നമുക്കില്ല എങ്കിൽ നമ്മൾ അതിനകത്ത് കിടന്ന് ഒരുപാട് പ്രയാസപ്പെടേണ്ടതായിട്ട് വരുവാനിടയായിത്തീരും. അപ്പോൾ ഈ ആത്മീയത എന്താണ് എന്ന് പറയണം. ഞാനൊരു ഒറ്റ വാക്കിൽ അതിനെക്കുറിച്ചൊരു ഡെഫിനിഷൻ പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോ ചെയ്യാതിരിക്കുന്ന പ്രവൃത്തിയോ അല്ല നമ്മളെ ആത്മീയനാക്കുന്നത്, നമ്മളുടെ ജനനമാണ് നമ്മളെ ആത്മീയനാക്കുന്നത്. അതായത്, ഞാൻ എന്നെ ഒന്നുകൂടെ പറയാം, നമ്മളെ മനുഷ്യനാക്കുന്ന ഘടകം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കുറേ പ്രവൃത്തികൾ ചെയ്തതുകൊണ്ട് മനുഷ്യനായതല്ല, കുറേ പ്രവൃത്തികൾ ചെയ്യാതിരുന്നത് കൊണ്ട് മനുഷ്യനായതല്ല, നമ്മൾ മനുഷ്യനായി ജനിച്ചത് കൊണ്ടാണ് മനുഷ്യനായത്. ആ ഒരു പ്രസ്താവനയോട് നിങ്ങൾ പൂർണ്ണമായിട്ട് യോജിക്കുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അല്ലേ? ഒരുത്തൻ മനുഷ്യനായതിൻ്റെ പുറകിലുള്ള കാരണം അവനങ്ങനെ ജനിച്ചതുകൊണ്ട്. അല്ലാതെ അവൻ ജനിച്ചിട്ട് കുറേ കാലം ചില പ്രവൃത്തികളൊക്കെ ചെയ്ത്
മാനുഷിക പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട് അവൻ മനുഷ്യനായി തീർന്നതല്ല, അവൻ അങ്ങനെ ജനിച്ചു. അതേ അളവിൽ തന്നെയാണ് കർത്താവ് പറയുന്നത്, ജഡത്തിൽ നിന്ന് ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഒന്നാമത്തെ ആദമിൽ നിന്ന് ജനിച്ചവനെല്ലാം ആദാമ്യ സന്തതി ആയതുപോലെ ഒടുക്കലത്തെ ആദാമിന് ശേഷം ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവനെല്ലാം ദൈവത്തിൻ്റെ മക്കളായി തീർന്നു എന്ന് പറയുന്ന പോലെ തന്നെ. അപ്പോൾ ആ രണ്ട് സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ജനനമാണ് നമ്മളെ ആത്മീയനാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന, അല്ല നമ്മുടെ പ്രവൃത്തി അല്ല. അത് നമ്മളൊന്ന് ഗ്രഹിക്കണം, മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് അറിയാമോ? നമ്മുടെ പ്രവൃത്തിയുടെ അളവിൽ നമ്മുടെ ആത്മീയതയെ അളക്കുവാൻ ശ്രമിക്കും. അതായത് നമ്മുടെ പ്രവൃത്തിയുടെ അളവിൽ നമ്മുടെ മനുഷ്യനെ അളക്കാൻ ശ്രമിക്കുന്നത് പോലെ. അതായത് നീ ഇന്നത്തെ ദിവസം ഇന്നിന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ നിന്നെ ഞാനിന്ന് മനുഷ്യനായിട്ട് അംഗീകരിക്കാം എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്തോ അവരോട് മറുപടി പറയാമെന്ന്, നീ അംഗീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഞാൻ ജനിച്ചത് മനുഷ്യനായിട്ടാണ് ജനിച്ചത്, അല്ലാതെ ഞാൻ കുരങ്ങായിട്ടും ഞാൻ വേറൊരു ജീവിയായിട്ട് ജനിച്ചിട്ട് പിന്നെ കുറേ കാലത്തിന് ശേഷം കുറേ പ്രവർത്തികൾ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനുഷ്യനായി തീർന്നതല്ല എന്ന് നമ്മൾ പറയും അല്ലേ. എന്ന് പറയുന്നത് പോലെ തന്നെ ഞാൻ ആത്മാവിൽ ജനിച്ചത് കൊണ്ടാണ് ആത്മീയനായിട്ട് തീർന്നത്. എൻ്റെ ജനനമാണ് എന്നെ ഡിഫൈൻ ചെയ്യുന്നത്. ക്രിസ്തുവേശുവിൽ ഞാൻ പുതിയ സൃഷ്ടിയായി ആത്മാവിൽ ജനിച്ചത് കൊണ്ടാണ് ഞാൻ ആത്മീയനായിട്ട് തീർന്നത്. ഞാനത് ആദ്യമേ പറയുകയാണ്. ഓക്കെ, ഇനി അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ കുറച്ചുകൂടെ ഡീപ്പായിട്ട് കയറി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് വിഷയം ഇതാണ്. ഈ പലപ്പോഴും നമ്മൾ ആത്മീയത എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്നതും അത് ആത്മീയത അല്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതുമായ ചില വിഷയങ്ങളോടെയാണ് ഞാനിപ്പോൾ ഒന്ന് തൊട്ട് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ കുറച്ച് മുമ്പായിട്ടുള്ള കേട്ട ഒരു കാര്യമുണ്ട്. ഈ ഫറവോൻ, ഇതുമായിട്ടൊന്ന് ഞാൻ കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫറവോൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ പ്രഭുവാണ്, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ഘടകമാണ്. ഈ ഫറവോൻ എപ്പോഴും നമ്മളെ തിരക്കിലാക്കി, നമ്മളത് കേട്ടത്, തിരക്കിലാക്കി ബിസിയാക്കി നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ വിഷയങ്ങൾക്കോ ദൈവിക കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടേതായിരിക്കുന്ന ആത്മിക വർധനയ്ക്കോ അതിനകത്ത് ആ മേഖലയിൽ ചിന്തിക്കാനോ ഒന്നിനും സമയമില്ലാത്ത രീതിയിൽ നമ്മളെ ബിസിയാക്കി ഇടുന്നതാണ് കാണുന്നത്. ഇനി നമ്മൾ ഇസ്രായേൽ മക്കളോട് ചോദിക്കാം, എടാ എന്നാൽ പിന്നെ നീ കട്ട ഉണ്ടാക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ, കട്ട ഉണ്ടാക്കിയില്ലെങ്കിൽ ഇവൻ്റെ വയറ്റിലോട്ടൊന്നും പോകത്തില്ല, ആഹാരം അകത്തോട്ട് പോകത്തില്ല, കഴിക്കാനൊന്നും കിട്ടത്തില്ല അല്ലേ. അപ്പോൾ കട്ട ഉണ്ടാക്കാതിരിക്കാൻ പറ്റുമോ? കട്ട ഉണ്ടാക്കാതിരിക്കാൻ പറ്റത്തില്ല. കട്ട ഉണ്ടാക്കാനായിട്ട് ബിസി ആയി പോയി കഴിഞ്ഞാൽ എന്തോ പറ്റും? ദൈവം വിളിച്ചിരിക്കുന്നതായിട്ടുള്ള വിഷയങ്ങളിനകത്ത് നമുക്ക് സമയം കിട്ടത്തില്ല, തൽപരനാകാൻ പറ്റത്തില്ല. വല്ലാത്തൊരു ഡിലമയിലാണ് ഇസ്രായേൽ മക്കൾ. ഞാനിതിനെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് നമ്മളോടുള്ള ബന്ധത്തിൽ ചോദിച്ചാലും, നമ്മളും ഏകദേശം ദൈവമക്കൾ എന്ന് പറയുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും ഇതേ ഒരു മാനസിക അവസ്ഥയിലാണ് ജീവിക്കുന്നത്. അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതൊരു ജെനുവിനായിട്ടുള്ള ഒരു കൺസേൺ ആണ്. എടാ ഞാൻ രാവിലെ ഞാൻ ജോലിക്ക്, ഒരു ചോദ്യമാണ്, ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എൻ്റെ വീട്ടിലെ അടുപ്പ് പുകയുമോ? എൻ്റെ വീട്ടിലെ ആഹാരം ഉണ്ടാകുമോ? അതായത് ഇന്ന് നമ്മൾ ഇവിടുത്തെ എക്കോണമി നോക്കുവാണെങ്കിൽ എല്ലാത്തിൻ്റെയും വില ഭയങ്കരമായിട്ട് കൂടി അല്ലേ. ശമ്പളമൊട്ട് കൂടുന്നുണ്ടോ? ശമ്പളമൊട്ട് കൂടുന്നുമില്ല. അപ്പം ആൾക്കാർ ഓവർ ടൈം ചെയ്യാൻ പ്രേരിപ്പിക്കപ്പെടുക അന്നത്തെ അവസ്ഥ തന്നെയാണ്. അതായത് ഫറവോൻ അന്ന് ഇസ്രായേൽ മക്കളോട് ചെയ്ത അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്നത്. കാരണം എന്നറിയാം, അന്ന് ഫറവോനിൽ വ്യാപരിച്ചത് തന്നെയാണ് ഇന്നത്തെ കോർപ്പറേറ്റ് വേൾഡിലും അല്ലെങ്കിൽ ലോകത്തിൻ്റെതായിരിക്കുന്ന മേഖലകളിലെല്ലാം വ്യാപരിക്കുന്ന സെയിം ശക്തി അല്ലെങ്കിൽ സെയിം ആത്മാവാണ്. അതുകൊണ്ട് തന്നെയാണ് സിമിലാരിറ്റി നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ ഇവരോട് ചോദിക്കുവാണ്, ഇസ്രായേൽ മക്കൾ മോശയോട് തന്നെ ചോദിച്ചു, ഞങ്ങളെ വെറുതെ ഉപദ്രവിച്ചു, നീ ഈ കാര്യങ്ങളെല്ലാം വന്ന് പറഞ്ഞേച്ച് ഞങ്ങളെ വെറുതെ മെനക്കെടുത്തി, അവസാനം ഞാനുള്ള ലീവ് എല്ലാം എടുത്ത് ഇതൊന്നും ചെയ്യാതെ അവസാനം ഫറവോനും ഇഷ്ടപ്പെട്ടില്ല, അവസാനം എൻ്റെ വീട്ടിൽ ആഹാരമില്ല. ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇതാണ് ഇസ്രായേൽ മക്കൾ മോശയോട് പറഞ്ഞു. അത് തന്നെ നമ്മളും ഇന്ന് ഒരുപക്ഷെ ദൈവമക്കളോട് പറയുമ്പോഴത്തേനും അവർക്കും പറയാനായിട്ടുള്ള ഒരു ന്യായീകരണം ഉണ്ടാകും അല്ലേ. അതായത് ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ, ഞാൻ കഠിനാധ്വാനം ചെയ്ത് കഷ്ടപ്പെട്ട്
ചെയ്തില്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ആഹാരം ഉണ്ടാകുന്നത്, ഇത് ചെയ്യണ്ടായോ എന്നൊരു ചോദ്യം അവർ ചോദിക്കുമ്പം അതിന് കറക്റ്റായിട്ട് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് ആൻസർ ഉണ്ട്. അത് ഒന്നല്ല, അനേകം ആൻസർ ഉണ്ട്. പക്ഷേ അത് നമ്മുടെ തെറ്റായ ധാരണ നിമിത്തം നമ്മൾ ആ ആൻസർ കാണാതെ പോകുന്നതാണ്. ആത്മീയതയെക്കുറിച്ചും ഭൗതികതയെക്കുറിച്ചുമുള്ള നമ്മുടെ തെറ്റായ ഒരു അണ്ടർസ്റ്റാൻഡിങ് കാരണം ഈ ആൻസർ നമ്മൾ കാണാതെ പോകുന്നു. അതായത് കണ്ണിൻ്റെ മുമ്പിൽ ആൻസർ കിടന്നാലും കാണത്തില്ല, കാരണം നമ്മുടെ നോട്ടം വേറൊന്നിലേക്കാണ്. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. എന്ത് തിന്നും എന്ത് കുടിക്കും ഇതിനെക്കുറിച്ചൊന്നും അതൊക്കെ ജാതികൾ ആണ് അതിനെക്കുറിച്ച് വ്യാകുലപ്പെടുന്നത്. നിങ്ങൾ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട. സ്വർഗസ്ഥനായ പിതാവ് ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. നിങ്ങൾ എൻ്റെ രാജ്യനീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും. ഈ വചനം നമ്മൾ എടുത്ത് വായിക്കാറുണ്ട്, പക്ഷെങ്കിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ടോ എന്നുവെച്ചാൽ, അതായത് നമ്മൾ പലപ്പോഴും എങ്ങനെയാണ് ഇതിനെ നമ്മൾ ആത്മീയതയുടെ ഇതിനകത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നത് എങ്ങനെയാണെന്നറിയാമോ? കർത്താവിൻ്റെ കാര്യത്തിനകത്ത് വ്യാപൃതനുമാകണം, ജോലിയും കൊണ്ടുപോകണം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഈ നടക്കുന്ന സംഭവം ഞാൻ പറഞ്ഞുതരാം. അതായത് ജോലിയും ചെയ്യണം, കർത്താവിൻ്റെ ദൈവികമായ വിഷയങ്ങളിനകത്ത് നമ്മൾ വ്യാപൃതരും ആകണം. അത് രണ്ടും നമുക്ക് കടക്കുവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ എവിടെ കൊണ്ടിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈനംദിനം ജീവിത ചെലവുകൾ വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, അതിന് തക്കതായിട്ടുള്ളൊരു വരുമാനമില്ല. അപ്പോൾ ജോലിയുടെ അളവ് കൂട്ടുമ്പോൾ അത് ആത്മീയതയെ ബാധിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തോ അറിയാമോ, നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യും, അല്ലേ? നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ അങ്ങ് താഴോട്ടിറക്കും. അത് റിയലി പറഞ്ഞൊരു കോംപ്രമൈസാണ്. ഓക്കെ, ഇന്ന് ഉടനെ പക്ഷേ അതിന് ദൈവം മക്കൾ എന്താ പറയും, അതിനെ ത്യാഗമെന്നും സാക്രിഫിഷ്യൽ ലൈഫ് ജീവിതമെന്നും ഒക്കെ പറയും. അതായത് അതിനൊരു വാക്യം കൂടെ എടുക്കും, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പീൻ. അത് ശരിയാ, നിങ്ങൾക്ക് ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേങ്കിൽ കർത്താവ് നിങ്ങളിൽ കൂടെ, ഓരോ വ്യക്തികളിൽ കൂടെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളെക്കുറിച്ച് എന്തോ പറയുന്നത്? കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ നമ്മുടെ അടുക്ക വന്നിട്ട് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് കൊടുക്കാൻ. ഇതിപ്പോഴേ എൻ്റെ ജീവിതത്തിൽ പോലും തികയുന്നില്ല, പിന്നെ ഞാനെങ്ങനെ കൊടുക്കുക? ഒരു ന്യായമായ ചോദ്യമല്ലേ? അപ്പം നമ്മുടെ ലൈഫിനെ ചുരുക്കി അപ്പോഴത്തേനും എന്തറിയാമോ, നമ്മുടെ ആത്മീയത ആൾക്കാർക്ക് തലയ്ക്ക് പിടിച്ചിട്ട് പറയും, ദൈവമക്കൾക്ക് അത് പാടില്ല, ദൈവമക്കൾക്ക് ഇത് പാടില്ല, എല്ലാം ചുരുക്കം, എല്ലാം ചെറുത്, ഇങ്ങനെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? കാരണം ആത്മീയതയും കൊണ്ടുപോകണം, ഇതും കൊണ്ടുപോകണം, ഇത് രണ്ടും കൂടെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല. പക്ഷേ ഇവിടെ ഒന്നും നമ്മൾ തയ്യാറാകാത്തൊരു മേഖലയുണ്ട്. സ്വർഗത്തിലെ ദൈവം പറയുന്നു, രാവിലെ എഴുന്നേൽക്കുന്നതും വളരെ താമസിച്ച് കിടപ്പാൻ പോകുന്നതും കഠിനാധ്വാനം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമത്രേ, തൻ്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നുവെന്ന്. അപ്പൊ സ്വർഗത്തിലെ ദൈവം പറയുവാണ്, എൻ്റെ കുഞ്ഞെ, നിന്റെ ജീവിതത്തെ കാര്യം ഞാൻ ഏറ്റു, ഞാൻ നിന്നെ നടത്താം. വിഷയം ഇതാണ്, ക്യാൻ യു ട്രസ്റ്റ് മീ? എന്നെ വിശ്വസിക്കാൻ നീ തയ്യാറാകുമോ? എന്നിട്ട് നീ ദൈവികമായ വിഷയങ്ങൾക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് കൊടുക്കാം. ഞാനത് ഇങ്ങനെ എൻ്റെ ലൈഫിനോടുള്ള ബന്ധത്തിൽ ഞാൻ ചെറുതായിട്ടൊന്ന് അറിയാം. 2008 കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളത്തിൽ വളരെ ശക്തിയോടുള്ളൊരു പ്രേരണ, അതായത് ജോലി വിട്ടിട്ട് കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് പൂർണ്ണമായിട്ട് ഇറങ്ങുവാനായിട്ട് വലിയൊരു പ്രേരണ എൻ്റെ ഉള്ളിൽ വരിക. ആ സമയത്ത് എനിക്ക് വളരെ നല്ലൊരു ജോലിയാണ്, നമ്മുടെ ബിജു ജോലി ചെയ്തിരുന്ന, അദ്ദേഹമായിരുന്നു എൻ്റെ സൂപ്പർവൈസർ. അവിടെ ചെയ്തിരുന്ന സ്ഥലത്ത് അവിടെ വളരെ നല്ലൊരു ജോലിയാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജോലിയുമാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് വരുന്നത്. അപ്പോഴേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഇങ്ങനെ ചിന്തിക്കണം, അതിങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഉണ്ടല്ലോ, എനിക്കൊരു പ്രൊമോഷൻ, ഡബിൾ പ്രൊമോഷനാണ് കിട്ടിയത്. എൻ്റെ സാലറിയും നല്ലപോലെ കൂടുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഉള്ളിൽ ആദ്യം വന്നതെന്നറിയാമോ, ഓക്കെ, ഒരു കുറച്ച് കാലം കൂടെ ജോലി ചെയ്ത് ഈ വീടിൻ്റെ മോർഗേജൊക്കെ കുറേ കൂടെ ഒന്ന് അടച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒരു ക്രമീകരണം നടത്തി കഴിഞ്ഞാൽ എനിക്ക് സ്വസ്ഥമായിട്ട് കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ നമ്മൾ കേട്ട ഇതാണ്, എൻ്റെ അപ്പനെ കുഴിച്ചിട്ടിട്ട് ഞാൻ ജോലി ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിച്ചിട്ടുണ്ട്, അതെല്ലാം കൂടെ ഒന്ന് കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചിട്ട് ജോലി ചെയ്യാം. ഈ മാനസികാവസ്ഥ, ആറ്റിറ്റ്യൂഡിൽ കൂടെ നമ്മളെല്ലാം കടന്നു പോകാൻ സാധ്യതയുള്ളതാണ്, അല്ലേ? അപ്പം ഞാൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അന്ന് മിസോറി എന്ന് പറയുന്ന സ്ഥലത്ത്, സെയിൻറ്റ് ലൂയിസിൽ മിസോറിയിൽ, അവിടെ ഒരു കൂട്ടായ്മയ്ക്കായിട്ട് കടന്നുപോയ സമയത്ത്
അവിടെ കൂട്ടായ്മയുടെ ഇടയ്ക്ക് ഒരു കർത്താവിൻ്റെ ദാസൻ എൻ്റെ അടുക്കൽ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മുഖത്തോട് നോക്കി പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്ന ഒരു ആലോചന ഞാൻ പ്രിയ ബ്രദറിനോട്, ഞാൻ സഹോദരനോട് സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഷുവർ. ഒരു പ്രത്യേകമായൊരു തീരുമാനം എടുക്കുന്നതിൻ്റെ അടുത്ത് വന്ന് നിൽക്കുവാണ് താങ്കളെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാണിക്കുന്നു. അപ്പോൾ എനിക്കറിയാം ഞാൻ വേല വിടണോ അതോ കുറച്ചു കാലം കൂടെ ജോലി ചെയ്യണോ, എന്തോ ചെയ്യേണ്ടതെന്നുള്ള ഒരു മേഖലയിൽ നിൽക്കുന്ന സമയമാണ്. എന്നിട്ട് അടുത്തത് വാക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഒരു മുഖത്തടി കിട്ടുന്നത് പോലെ അടുത്തത് അദ്ദേഹത്തിന് പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന്. അപ്പം ഞാനിങ്ങനെ വിചാരിച്ചു, ഞാനിനി എന്തോ മാനസാന്തരപ്പെടണം, ഏത് വിഷയത്തിൽ മാനസാന്തരപ്പെടണം? അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചിരിക്കുക. അപ്പോൾ അടുത്ത അദ്ദേഹം പറഞ്ഞതാണ്, ദൈവം നിന്നെ പുലർത്തുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ നിനക്ക് കഴിയുന്നില്ലേ? ഇത്രയും പറഞ്ഞു. എനിക്ക് ആക്ച്വലി കൈൻഡ് ഓഫ് മെസ്സേജ് കിട്ടി ഏകദേശം. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ ദൈവത്തിൻ്റെ ദാസൻ, അദ്ദേഹം ചക്ക് സ്മിത്ത് എന്ന് പറഞ്ഞൊരു ദൈവത്തിൻ്റെ ദാസനുണ്ട്, അദ്ദേഹവുമായിട്ട് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അതിനുശേഷം അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ വിഷയവുമായിട്ട് ബന്ധമില്ലാതെ പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുവാണ്, സഹോദരൻ നിനക്കറിയാമോ, ദൈവത്തിൻ്റെ ഇക്കോണമി എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഇക്കോണമിയുടെ അടിസ്ഥാനത്തിലല്ല. ലോകത്തിൻ്റെ ഇക്കോണമിയിൽ നമ്മൾ ആശ്രയിച്ചാൽ നമ്മളെപ്പോഴും തകർന്നു പോകത്തേ ഉള്ളൂ. ദൈവത്തിൻ്റെ ഇക്കോണമിയിൽ നമ്മൾ വിശ്വസിക്കാൻ തയ്യാറാകണമെന്ന് പെട്ടെന്ന് അത്രയും പറഞ്ഞു. എനിക്ക് ആ മെസ്സേജ് വളരെ വ്യക്തമായിട്ട് കിട്ടാനിടയായി തീർന്നു. ഞാൻ തിരിച്ചു വന്നിട്ട് ആദ്യം ചെയ്തത്, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു റെസിഗ്നേഷൻ ലെറ്റർ എഴുതി. ഒരു മാസത്തെ ഗ്യാപ്പും ഇട്ടിട്ട്, അവർക്ക് ഒരു മാസം ഞാൻ ജോലി ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. അപ്പോൾ ആ ഒരു മാസത്തെ ഇതിട്ടിട്ട് ഞാൻ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. അന്ന് ദൈവത്തിൻ്റെ കൃപയാൽ പ്രിയ ബിജുവിനോട് ചോദിച്ചാൽ അറിയാം, അവിടുത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് എംപ്ലോയി എന്ന് അവർ എന്നെ കാണുന്നത്. അത് വേറൊരു ഇതാണ്. കാരണം എന്നറിയാമോ, അവിടെ ഞാൻ കയറുമ്പോൾ അവിടുത്തെ ഏറ്റവും പൊട്ട എംപ്ലോയി ആയിരുന്നു ഞാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു കാര്യവും എനിക്കറിയത്തില്ല, എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ അവിടെ കിടന്ന് കരഞ്ഞാനൊന്നും ഒരു കണ്ണ് കണക്കുമില്ല. എനിക്കറിയത്തില്ല എന്നാ ചെയ്യുന്നതെന്ന്. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ അത് കഴിഞ്ഞപ്പോൾ പൂർണ്ണമായിട്ട് എന്നെ തന്നെ അങ്ങ് വിട്ട് ദൈവത്തിൻ്റെ കയ്യിലോട്ട് കൊടുത്തു. യു വോണ്ട് ബിലീവ്, ഒരു വർഷത്തിനകത്ത് അവിടെയുള്ള ആരോട് ചോദിച്ചാലും, ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ആരോട് ചോദിച്ചാലും, ഹീസ് ദ ബെസ്റ്റ് എംപ്ലോയി, ഹീസ് ലൈക്ക് ദിസ്, ഹീസ് ക്യുക്ക് എന്നൊക്കെയാണ് സൂപ്പർവൈസറൊക്കെ പറഞ്ഞത്. ആ രീതിയിൽ ദൈവം മാറ്റിയതാണ്. കാരണം പൂർണ്ണമായിട്ട് ദൈവത്തിൻ്റെ മുഖത്തേക്ക് അങ്ങ് നോക്കി. കാരണം എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്നൊരു അവസ്ഥ വന്നപ്പം, അങ്ങനെ ഒരു അവസ്ഥ വരെ പോകേണ്ട ആവശ്യമില്ല, നമുക്ക് അതിന് മുമ്പേ ദൈവത്തിൽ ആശ്രയിക്കാം. പക്ഷെ നമ്മളൊന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരല്ല. നമ്മൾ ഈ പറഞ്ഞില്ല, അങ്ങേ അറ്റം പറ്റിയാലേ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കാറുള്ളൂ സാധാരണ, അല്ലേ? അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു വരുന്നൊരു താല്പര്യം എന്നറിയാമോ, നമ്മൾ അവിടെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവരെന്നോട് ചോദിച്ചു, വൈ ആർ യു ഡൂയിങ് ദിസ് എന്നൊക്കെ എന്നോട് ചോദിച്ചു. പക്ഷേങ്കിൽ ഞാൻ ഇങ്ങനെയാണ് റെസിഗ്നേഷൻ ലെറ്റർ എഴുതിയത്. ഇങ്ങനെയാണ്, ഇപ്പോൾ ചെയ്യുന്ന ജോലി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജോലിയാണ്. പക്ഷെങ്കിൽ ഇതിലും ശ്രേഷ്ഠമായ ഒരു ജോലിക്കായി എൻ്റെ സ്വർഗത്തിലെ ദൈവം എന്നെ വിളിച്ചതുകൊണ്ട് ഞാൻ ഈ ജോലി രാജിവെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതായിരുന്നു എൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ. അത് അന്നത്തെ എൻ്റെ ഡയറക്ടർ ഒരു മിഷണറി ആയിട്ടൊക്കെ പോയിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഐ അണ്ടർസ്റ്റാൻഡ്, നീ ചെയ്യുന്ന എന്താണെന്ന് എനിക്കറിയാം, എപ്പോൾ തിരിച്ചു വന്നാലും നിനക്കിവിടെ തിരിച്ച് ജോലി ചെയ്യാൻ നിനക്ക് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കർത്താവിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ച് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴുണ്ടല്ലോ, ദൈവത്തിൻ്റെ കരം അനുകൂലമാകുവാനായിട്ട് തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഇന്ന് വരെ നോക്കുവാണെങ്കിലുണ്ടല്ലോ, എൻ്റെ അവിശ്വാസം കൊണ്ടും അറിവില്ലായ്മ കൊണ്ടും ഞാൻ പ്രതികൂലത്തിലും കഷ്ടതയിലും ആയതല്ലാതെ ദൈവം ഒരു നാളും കൈവിട്ടിട്ടുമില്ല. ദൈവം അനുഗ്രഹത്തോടെ തന്നെയാണ് നടത്തിയത്. പക്ഷെ എൻ്റെ ഇടുങ്ങിയ ചിന്താഗതികൾ കൊണ്ട് ദൈവത്തെ പലപ്പോഴും ഞാൻ ലിമിറ്റ് ചെയ്തു എന്നുള്ളത് ഒഴിച്ചാൽ ദൈവം ഒരു കുറവും വരുത്താതെ നടത്തി. പലപ്പോഴും എന്തെങ്കിലും ജീവിതത്തിൽ എനിക്ക് കുറവും ഞെരുക്കങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അത് എൻ്റെ സ്വന്തം ബുദ്ധിയിൽ ഞാൻ ആശ്രയിച്ചതുകൊണ്ടും സ്വയത്തിൽ ആശ്രയിച്ചതുകൊണ്ടും മാത്രമാണ്, അല്ലാതെ ദൈവം നടത്താത്തത് കൊണ്ടല്ല. ഇത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്നാണെന്നറിയാമോ, ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഓണർഷിപ്പ് ദൈവം ഏറ്റെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ക്രിസ്തുവിൽ പുതിയൊരു ലൈഫാണ്. അപ്പോൾ പിന്നെ നമ്മളെ നടത്തുന്നത് ദൈവമാണ്, നമ്മുടെ ആലോചനക്കാരൻ ദൈവമാണ്, നമ്മുടെ ഐഡിയ ദൈവത്തിൻ്റെയാണ്, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലയും വ്യാപരിക്കുന്നത് ദൈവത്തിൻ്റെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്തത് ഞാൻ വേറൊരു വലിയൊരു സംഭവത്തെ അല്ലെങ്കിൽ ഒരു ആത്മീയ
സോ കോൾഡ് ഹോളി വിശുദ്ധ പശുവിനെ വെട്ടിക്കളയാൻ പോവുക. അതായത് നമ്മൾ വളരെ ഡിയറായിട്ട് നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മൾ വെച്ചു കൊണ്ട് നടക്കുന്ന ഒരു ചിന്താഗതിയെ ഞാൻ കടക്കൽ തന്നെ ഒന്ന് വെട്ടാനായിട്ട് പോവാം. പലപ്പോഴും നമ്മൾ ഒരു വീടിൻ്റെ കാര്യം, ഒരു വീട് മേടിക്കുന്ന കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആത്മീയമാണോ എന്ന് ചോദിക്കും. വീട് ആത്മീയമാണോ? ഞാൻ പറയാം, വീട് ജഡീകവുമാകാം ആത്മീയവുമാകാം. വാഹനം, കാറ് ആത്മീയമാണോ? കാർ ആത്മീയവുമാകാം ജഡീകവുമാകാം. വേറൊരു ജോലി ചെയ്യുന്നത്, സെക്യുലറായിരിക്കുന്ന ഒരു ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ പുറത്ത് കർത്താവിൻ്റെ ഡയറക്റ്റായിട്ടുള്ള വേലയല്ലാതെ, അല്ലെങ്കിൽ അപ്പോസ്തലൻ, പ്രവാചകൻ, ഇടയൻ, ഉപദേഷ്ടാവ്, സുവിശേഷകൻ എന്ന് പറയുന്നതല്ലാതെ വേറൊരു കമ്പനിയിലോ എവിടെയെങ്കിലും ഇടത്ത് ജോലി ചെയ്യുന്നത്, ആ ജോലി ചെയ്യുന്നത് ആത്മീയമാണോ ജഡീകമാണോ? ആത്മീയവും ആകാം ജഡീകവുമാകാം. എങ്ങനെയാണ് അതിനെ ഇത് ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ എന്തോ അറിയാമോ, ഭൗതികമായ കാര്യങ്ങൾ കണ്ടേച്ചു അത് ഭൗതികം, അത് ജഡീകം, ആത്മീയം അത് പ്രാർത്ഥന ആത്മീയം. അങ്ങനെയല്ല, നമ്മുടെ ജീവിതമാണ് ആത്മീയം. ഞാൻ ജനിച്ചവനാണ്, ആത്മീയനാണ് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എങ്ങനെയുള്ളത് എന്നുള്ളതാണ്. ഞാനതിനെ ആത്മീയമായിട്ടാണോ ചെയ്യുന്നത് ജഡീകമായിട്ടാണോ ചെയ്യുന്നത് എന്നുള്ളത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അതായത് ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, സിമ്പിളായിട്ടുള്ള എൻ്റെ ആൻസർ, ദൈവത്തോട് ആലോചന ചോദിച്ച് ചെയ്യുന്ന ആണെങ്കിൽ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് ചെയ്യുന്നതാണെങ്കിൽ അത് ആത്മീകവും, നമ്മൾ ലോകത്തിൻ്റെ ആലോചനയ്ക്കും സ്വന്തം വിവേകത്തിലും സ്വന്തം ബുദ്ധിയിലും ചെയ്യുന്നതാണെങ്കിൽ അത് ജഡീകവുമാണ്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് വരികയാണെങ്കിൽ 5:16 പറയുന്നു, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യും. ജഡത്തിൻ്റെ മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നല്ല കാറ് മേടിക്കുന്നത് ജഡത്തിൻ്റെ മോഹം, നല്ലൊരു വാഹനം മേടിക്കുന്നത് ജഡത്തിൻ്റെ മോഹം, നല്ലൊരു ജോലി ലഭിക്കുന്നത് ജഡത്തിൻ്റെ മോഹം. ഇതെല്ലാം ജഡത്തിൻ്റെ മോഹമാണെന്ന് പറയുകയും ചെയ്യും. പക്ഷേ നമ്മുടെ പിള്ളേർക്കെല്ലാം നമ്മൾ എന്തോ ചെയ്യും? നമ്മൾ നോക്കുമ്പോൾ നമ്മളെല്ലാവരും എന്തോ ചെയ്യുന്നത്? നമ്മുടെ പിള്ളേരെല്ലാവരും ഏറ്റവും ബെസ്റ്റ് ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അല്ലാതെ അയ്യോ എൻ്റെ മോൻ വളർന്നു വരുന്നുണ്ട്, അവനാണെങ്കിൽ പോയിട്ട് അവനൊന്ന് കൂലിവേല ചെയ്ത് കാണാൻ എന്തുമാത്രം ഞാൻ ആഗ്രഹിക്കുന്നതെന്നറിയാമോ എന്ന് ചിന്തിക്കുന്ന ഒരു മാതാപിതാക്കളും ഉണ്ടാകുന്ന ആഗ്രഹിക്കുന്നില്ല. അതായത് അവനെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ജോലി അവൻ ചെയ്യണമെന്നും ഏറ്റവും നല്ല ശമ്പളം കിട്ടണമെന്നും ആഗ്രഹിക്കുന്നത് അല്ലേ എന്ന് പറയുന്ന പോലെ. പക്ഷേ അത് ജഡീകവുമാകാം ആത്മീയവുമാകാം. എങ്ങനാ? ദൈവം തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണോ അതിലേക്കാണ് അവരെ നടത്തുന്നതെങ്കിൽ അത് ആത്മീയമാണ്. അല്ലെങ്കിൽ അപ്പുറത്തവൻ ഡോക്ടറായി, ഇപ്പുറത്തവൻ നേഴ്സായി, ഇപ്പുറത്തവൻ ഇതായി, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്യിപ്പിക്കാം എന്ന് പറയുന്നത് അത് ജഡീകമാണ്. കാരണം ലോകത്തിൻ്റെ മര്യാദ പ്രകാരം നടക്കുന്നതാണ്. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നതും, ആത്മാവിനെ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയല്ല. ജഡത്തിൻ്റെ മോഹം എന്തോ എന്നറിയാമോ? 17-ാം വാക്യം, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. ഇത് രണ്ടും വിരോധമായ രണ്ട് പ്രിൻസിപ്പിൾസാണ്. നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവർ തമ്മിൽ പ്രതികൂലമല്ലോ. ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. ഇനി ജഡത്തിൻ്റെ എന്തുവാണ് ഈ ജഡം എന്ന് പറയുന്നത്? ഈ വീടും വാഹനവും ഇതും ഒന്നും അല്ല ഈ ജഡം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൗകികം എന്ന് പറയുന്നത്. അതെന്തോന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവെന്നുള്ളതാക്കുന്നത്. ഇതെല്ലാം അകത്ത് കിടക്കുന്ന കാര്യങ്ങളാണ്. ഇത് അകത്ത് എന്തുവാ? ആറ്റിറ്റ്യൂഡ് എന്തുവാ? ഇതാണ് ജഡത്തിൻ്റെ അഭിലാഷം എന്ന് പറയുന്നത്. ഞാനിങ്ങനെ പറയാം, ഒരു നല്ല വാഹനമോ നല്ലൊരു വീടോ ആഗ്രഹിക്കുന്നത് തെറ്റായ ഒരു തീരുമാനമല്ല. പക്ഷെ എന്തിന് എന്നുള്ളതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ മോട്ടീവ് എന്തുവാന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. എന്തുവാ? എനിക്ക് നല്ലൊരു വാഹനം വേണം. എന്തിനാണെന്നറിയാമോ? അപ്പുറത്തുള്ളവൻ മേടിച്ച വാഹനത്തെക്കാട്ടിലും ബെറ്ററായിട്ടുള്ളൊരു വാഹനം. അസൂയ എന്നാണ് അതിൻ്റെ പേര്. അല്ലാതെ അത് വാഹനമല്ല അവിടുത്തെ വിഷയം, അസൂയയിൽ നിന്നുള്ളവാകുന്നതായതുകൊണ്ട്. ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൻ്റെ മോട്ടീവ് എന്തുവാ, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരെണ്ണം ജഡീകമാണോ ആത്മീയമാണോ എന്ന് തെളിയിക്കുന്നത്. നമ്മൾ ചുമ്മാ കണ്ണും അടച്ചങ്ങ് ഡിഫൈൻ ചെയ്യരുത്. അതായത് അത് ചെയ്യുന്നത് ജഡീകം, ഇത് ചെയ്യുന്നത് ആത്മീയം. അതല്ല, ഒരുവൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിനെ ജഡീകമാണോ ആത്മീകമാണോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, മനുഷ്യൻ പുറമേ ഉള്ളത് നോക്കിയിട്ട് വിധിക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. അവൻ്റെ ഹൃദയത്തിൽ എന്തുവാന്നുള്ളത് നമുക്ക് അറിയാത്തത്തോളം കാലം നമുക്ക് അറിയില്ല. ഓക്കെ, ഇനി ആത്മാവിൻ്റെ ഫലമോ?
സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ. ഈ ജഡത്തിൻ്റെ രാഗമോഹങ്ങളെന്ന് പറയുമ്പോഴത്തേനും ഉടനെ പെട്ടെന്ന് നമ്മൾ എന്തൊക്കെയറിയാമോ? വീട്, വാഹനം. അതല്ല, ഇവിടെ മേളിൽ എഴുതിയിരിക്കുന്ന ജഡത്തിൻ്റെ കാര്യങ്ങളാണ്. ഇത് വിഗ്രഹാരാധന, ആഭിചാരം, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, ഇതുപോലെ പറഞ്ഞിരിക്കുന്ന കുറേ സാധനങ്ങളുണ്ടല്ലോ. ഇതിനെയാണ് രാഗമോഹങ്ങളോടുകൂടെ ഉപേക്ഷിച്ചിരിക്കുന്നുവെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്നറിയാമോ? ആത്മീയ ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും, എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ ആലോചനയ്ക്ക്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനയ്ക്ക് ചെയ്ത് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. ഇനി ലോകം കാണിക്കുന്നതെല്ലാം അതുപോലെ കോപ്പി ചെയ്ത് അതിൻ്റെ മാതൃകയ്ക്ക് ജീവിക്കുന്ന ജീവിതത്തിൻ്റെ പേരാണ് ലൗകിക ജീവിതം, അല്ലെങ്കിൽ പ്രാകൃത ജീവിതം, അല്ലെങ്കിൽ ജഡീക ജീവിതം എന്ന് പറയുന്നത്. അല്ലാതെ അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യനെ പുറമേ നോക്കിയിട്ട് അവൻ ആത്മീയ ജീവിതമാണോ നയിക്കുന്നത്, ജഡീക ജീവിതമാണോ നയിക്കുന്നത് എന്നൊരിക്കലും നമ്മൾ വിധിക്കാനിട വരരുത്. അദ്ദേഹത്തിന് അവൻ്റെ വാഹനം നോക്കി വിധിക്കരുത്, അവൻ്റെ വീട് നോക്കി വിധിക്കരുത്, അവനിട്ടിരിക്കുന്ന ഉടുപ്പ് നോക്കി വിധിക്കരുത്. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നതെന്നറിയാമോ? ഒരു സാധാരണ വേഷം ധരിച്ച് ഒരു സാധാരണക്കാരനെ പോലെ സൈക്കിളിൽ വന്നാൽ സാധാരണഗതിയിൽ അവൻ വളരെ ആത്മീയനാണ്. അവനാണെങ്കിൽ ഉണ്ടല്ലോ, വീട്ടിൽ ആ കൂടെ ഒരു പ്ലേറ്റേ ഉള്ളൂ, ഒരു കപ്പേ ഉള്ളൂ, അത് കഴിഞ്ഞിട്ട് അവൻ ആ കൂടെ ഒരു വസ്ത്രമേ ഉള്ളൂ. എന്തോ ത്യാഗ ജീവിതമാണ് ജീവിക്കുന്നത്. കൊളോസി ലേഖനം 2-ാം അധ്യായത്തിൻ്റെ അവസാനം വായിച്ചു നോക്കിയാൽ മതി. അവൻ്റെ ത്യാഗജീവിതത്തിൻ്റെ മൂല്യവും ആകത്തുക എന്തോ എന്നുള്ളത് അറിയാം. അതായത് എല്ലാത്തിൻ്റെ ഉപേക്ഷയിലും രസിക്കുന്നവർക്ക് അത് ഭക്തിയുടെ പേര് പറയാൻ മാത്രമേ ഉതകുന്നുള്ളൂ എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. അതോ ജഡാഭിലാഷത്തെ അടക്കാനൊന്നും കഴിയുന്നതല്ല. നല്ലൊരു ശതമാനം ആൾക്കാരും ഉണ്ടല്ലോ, ഈ പറഞ്ഞതുപോലെ ഒരുപാട് സാധനങ്ങൾ ഉപേക്ഷിച്ചിട്ട് അകത്തതും വെച്ചുകൊണ്ട് നടക്കുക. എങ്ങനെ അറിയാം അകത്തത് വെച്ചുകൊണ്ട് നടക്കുക എന്നറിയാമോ? ഞാൻ ഈ വലിയ കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇങ്ങനെ നടക്കുമ്പം ആ വലിയ കാര്യങ്ങളുമായിട്ട് നടക്കുന്ന ഒരുത്തനെ കാണുമ്പോൾ ഉണ്ടല്ലോ, അവനെ നമ്മൾ വിധിക്കുവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് കിടക്കുന്നുള്ളത് കൊണ്ടാണ് വിധിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു റോമാലേഖനം തന്നെ മുന്നോട്ട് പോകുമ്പോൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് തിന്നുന്നവൻ തിന്നാത്തവനെ വിധിക്കരുത്, തിന്നാത്തവൻ തിന്നുന്നവനെ വിധിക്കരുത്. ഒരുവൻ ഒരു ദിവസത്തെ ഏറ്റവും ബെസ്റ്റായിട്ട് കാണുന്നു, വേറൊരുത്തൻ എല്ലാ ദിവസവും ഒരുപോലെ കാണുന്നു, അവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കരുത്. അതായത് ഒരുത്തൻ ഈ സെലിബ്രേഷൻസൊക്കെ ചെയ്യുന്നു, അവൻ ഉത്സവങ്ങളുമൊക്കെ ആചരിക്കുന്നു, വേറൊരുത്തൻ അതൊന്നും ആചരിക്കുന്നില്ല, അവരും അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കരുത്. എന്തൊക്കെ ചെയ്താലും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്, ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് ചെയ്യുക. അതായത് നിങ്ങൾ ഒരുമിച്ച് കൂടി ആഘോഷിക്കുന്നു, തമ്മിൽ സ്നേഹം പകരുക, സന്തോഷത്തോടെ ചെയ്യുക. നമ്മൾ മാംസമൊക്കെ കഴിക്കുന്നുണ്ടോ? സ്തോത്രത്തോടെ കഴിക്കുക. നിങ്ങൾ മാംസം കഴിക്കുന്നില്ലേ? സ്തോത്രത്തോടെ കഴിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഒരു സാധാരണ ഉടുപ്പ് മതിയോ? സ്തോത്രത്തോടെ ഉടുപ്പ് ധരിക്കുക. അല്ല, നല്ല കമ്പനിയുടെ നല്ലൊരു ഉടുപ്പ് വേണോ? സ്തോത്രത്തോടെ ചെയ്യുക. അത് ഉടുക്കുന്നവൻ ഇവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിധിക്കാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവ് വിളിച്ചിരിക്കുന്ന ദൈവം അവൻ്റെ ഹൃദയത്തെയാണ് നോക്കുന്നത്. നമുക്കാരുടെയും ഹൃദയത്തിനകത്ത് കയറി പരിശോധിക്കാനുള്ള കഴിവൊന്നും സാധാരണ ഇല്ല. നമ്മൾ പലപ്പോഴും എന്ന് പറയാം പുറമേ നോക്കിയിട്ടാണ് വിധിക്കുന്നത്. കർത്താവ് അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് കർത്താവായ യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞത്, അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെയും ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെയും, കണ്ണുകൊണ്ട് കാണുന്നത് പോലെ വിധിക്കത്തില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല. പുറമേ നോക്കിയിട്ടല്ല കർത്താവ് ഒരു കാര്യവും ചെയ്യുന്നത്. കർത്താവ് കാര്യങ്ങളെ ചെയ്യുന്നത് അവിടെ തൊട്ട് താഴെ തന്നെ എഴുതിയിട്ടുണ്ട്, ദൈവത്തിൻ്റെ ആ ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് അവനിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിവേചിച്ചിട്ടാണ്. ദൈവത്തിൻ്റെ ആത്മാവോ ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. മനുഷ്യനോ പുറമേ ഉള്ളത് നോക്കുന്നു, ദൈവം ഹൃദയങ്ങളെ പരിശോധിക്കുന്നു. സംഭവം ഇതാണ്, എന്ത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ മോട്ടീവ് എന്തുവാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം. ഹൃദയശുദ്ധിയുള്ളവരാ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് നമ്മുടെ കാഴ്ച എന്താണ്, ഉദ്ദേശം എന്തുവാണ്, മോട്ടീവ് എന്നുള്ളത് നമ്മൾ പരിശോധിക്കാൻ ബാധ്യസ്ഥരാണ്.
നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റം വിധിക്കുന്നെങ്കിൽ നമുക്ക് പ്രാഗൽഭ്യമുണ്ട്. ഇവൻ ഹൃദയം കുറ്റം വിധിച്ചാൽ പോലും ദൈവം അതിനെക്കാട്ടി വലിയവനെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ വിധിക്കുന്ന പരിപാടി പാടെ നിർത്തലാക്കുക. വേറൊരു ദൈവദാസൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ പോയി വിധിക്കാൻ പോകരുത്. അദ്ദേഹം ചെയ്യുന്നതിൻ്റെ ഒരു ഞാനിങ്ങനെ നോക്കുമ്പോൾ വലിയ വലിയ ദൈവത്തിൻ്റെ ദാസന്മാർ ഓരോന്നൊക്കെ ചെയ്യുകയും അവർ പ്ലെയിനിൽ നടക്കുകയൊക്കെ ചെയ്യും. അവരൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ശതമാനം പോലും ഞാൻ ചെയ്യുന്നില്ല. എന്നിട്ട് ഞാനിവിടെ കിടന്ന് വലിയ വിധി നടത്തുക. അവന് അത് പാടില്ലായിരുന്നു, ഇവനത് പാടില്ല. ഞാനൊരു കാര്യം ഞാനിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, അവിടെ അദ്ദേഹത്തിന് ചെറിയൊരു ചർച്ച, അധികം പേരൊന്നുമില്ല, 10-15 പേരേ ഉള്ളൂ. അതിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറിയിട്ടുണ്ടല്ലോ വലിയൊരു ചർച്ച, ഒരു 10,000 പേരുണ്ട്, വലിയ ബിൽഡിങ്ങും ഒക്കെയാണ്. അപ്പം അദ്ദേഹം അവിടെ നിന്ന് വെച്ചിട്ടുണ്ടല്ലോ ഘോരം ഈ വലിയ ചർച്ചിനെതിരെ സംസാരിക്കുകയും അത് പാടില്ല, ആ പാസ്റ്ററിൻ്റെ ജീവിതം ശരിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഈ അവിടുത്തെ പാസ്റ്റർ അവിടെ നിന്ന് മാറിപ്പോയപ്പം ഇവിടെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ആ ദൈവദാസനോട്, നിങ്ങൾ വന്ന് ഈ ചർച്ചിൻ്റെ പാസ്റ്റർ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഒന്ന് ഹൃദയം ഇടിക്കാൻ പോലും സമയം കൊടുക്കത്തില്ല, നേരെ പോയി എടുക്കും. അല്ലേ? എല്ലാവരുടെയും ആഗ്രഹം അവരുടെ മിനിസ്ട്രി വലുതാകണമെന്നും വളരണമെന്നും ഒക്കെയാണ്. പക്ഷേ അവരുടെ മിനിസ്ട്രി ചെറുതായിട്ടിരിക്കുമ്പോൾ വലിയവനെ നോക്കിയിട്ട് കല്ലെറിയും, എപ്പോഴും എറിഞ്ഞുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞത് താല്പര്യം എന്താണെന്നറിയാമോ? മറ്റൊരുത്തൻ്റെ ദാസനെ വിധിക്കുവാൻ നമ്മൾ ആര്? കാരണം നമുക്ക് എല്ലാം അറിയാൻ മേല, നമ്മുടെ എല്ലാം കണ്ടോണ്ടല്ല നമ്മളിത് വിധിക്കുന്നത്. നമ്മൾ പുറമേ നോക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ്, അദ്ദേഹത്തിൻ്റെ വസ്ത്രം കണ്ടിട്ട്, അദ്ദേഹത്തിൻ്റെ വാഹനം കണ്ടിട്ട്, അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി കുറേ കാര്യങ്ങൾ കണ്ടിട്ട്, ഇതെല്ലാം കണ്ടിട്ടാണ് നമ്മൾ പലപ്പോഴും വിധിക്കുന്നത്. പക്ഷെങ്കിൽ നേരായി വിധിക്കുന്നവെങ്കിൽ ഭരമേൽപ്പിക്കട്ടെ. അവൻ ചെയ്യുന്നത് നിലനിൽക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ അത് നിലനിൽക്കും. ഇനി നിലനിൽക്കാത്ത പ്രവൃത്തിയാണെങ്കിൽ അത് വെന്തു പോകും. അവൻ നിൽക്കുന്നതും ഇരിക്കുന്നതും അവൻ്റെ നാഥനത്രേ, അവൻ്റെ മാസ്റ്ററിനത്രേ, നമുക്കല്ല. അവനെ വിളിച്ചിരിക്കുന്ന ദൈവം തന്നെയാണ് നമ്മളെയും വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ അളവുകോലിടാനോ അവന് മാർക്കിടാനോ അവൻ എന്ത് ചെയ്യുന്നെന്നോ എന്ത് ചെയ്യുന്നില്ലെന്നോ വിധിക്കാനല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ വേല നമ്മൾ ചെയ്യുവാനായിട്ടാണ്. നമ്മുടെ ഹൃദയം മോട്ടീവ്, ഉദ്ദേശം വ്യക്തമാണോ നല്ലതാണോ എന്ന് പരിശോധിക്കാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, നിൽക്കുന്നതെന്ന് തോന്നുന്നവൻ വീഴാതിരിക്കാൻ നോക്കട്ടെ. കാരണം എന്നറിയാമോ, വേറൊരുത്തൻ എന്തെങ്കിലും അപായത്തിലോ വിഷയത്തിലോ ചെന്ന് വീണു പോയി കാണും. അപ്പം നമ്മൾ ഇവിടെ നിന്ന് വെച്ച് പറയാം, അവൻ്റെ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയത് അവൻ വീഴുമെന്ന്, അല്ലെങ്കിൽ വീഴുമെന്ന്. ഈ പറയുന്ന നാളെ നീയും ഞാനും ഒക്കെ വീഴാൻ സാധ്യതയുള്ള വ്യക്തികളാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ ആലോചനയ്ക്കല്ല നമ്മൾ നടക്കുന്നതെങ്കിൽ നമ്മളും വീഴും, ജഡത്തിൽ നമ്മൾ ആയിപ്പോകും. അത് ഇന്നലെ ഞാൻ ആത്മാവിൽ നടന്നെന്ന് പറഞ്ഞിട്ട് നാളെ ആത്മാവിൽ നടക്കണമെന്ന് യാതൊരു ഗ്യാരണ്ടിയില്ല. നമ്മുടെ ക്രിസ്തീയ ജീവിതം എവറി ഡേ ആണ്. ദൈവത്തിൻ്റെ ആ ശബ്ദം ഇതാണ്. ഞാൻ 10 വർഷങ്ങൾക്ക് മുമ്പ് ദൈവശബ്ദം കേട്ടതാണ്. ഇപ്പോഴും ആ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കണം. കാരണം ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് കേൾക്കുന്നില്ലെങ്കിൽ 10 വർഷം മുമ്പ് കേട്ട ശബ്ദം പോരാ. ഡെയിലി ദൈവശബ്ദം, അനുദിനം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ജീവിക്കുന്നവരായിട്ട് തീരണം. അതായത് ഉണ്ടല്ലോ, ഞാൻ 10 വർഷം മുമ്പ് ഒരു ബിരിയാണി തിന്നെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഞാൻ ആഹാരം കഴിക്കാതിരിക്കുമോ? അന്ന് കഴിച്ച ആഹാരം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുകയാണെങ്കിൽ ഞാൻ മിക്കവാറും ചത്തുപോകും. അല്ലെങ്കിൽ ഒരാഴ്ച മുമ്പ് ഞാൻ കുറേ ചോറൊക്കെ ഉണ്ടത്, ആഹാരമൊക്കെ കഴിച്ചതാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് കാലത്തേക്ക് ആഹാരമൊന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ ബാധിക്കും. എനിക്ക് ഇന്ന് ആരോഗ്യം വേണോ? ഇന്ന് ഞാൻ ആഹാരം കഴിക്കണം, അല്ലേ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനവും കൊണ്ട് അത്രേ ജീവിക്കുന്നത്. എനിക്കിന്ന് ആത്മീയ ജീവിതം നയിക്കണം. ഞാൻ ആത്മീയനാണ്, പക്ഷേ ഞാൻ നയിക്കുന്ന ജീവിതം ആത്മീയമാകണമെന്നുണ്ടെങ്കിൽ, ആത്മീയ ജീവിതമാണെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്ന് ശബ്ദം കേൾക്കണം. കർത്താവ് യേശുക്രിസ്തുവിന് അത് ബാധകമായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കത് ബാധകമല്ലേ? നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ അധികം ദീർഘിക്കുന്നില്ല. ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് വായിച്ചു നോക്കണം. ആത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറയുമ്പോഴല്ലോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം കേട്ട് നടക്കുക എന്ന് കർത്താവെ അങ്ങ് എന്നോട് പറയുന്നു. അപ്പോൾ അതിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചോദിക്കാതെ കിട്ടത്തില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ചോദിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. ആഗ്രഹിച്ചാൽ കിട്ടത്തില്ല, ചുമ്മാ ആഗ്രഹിച്ചാൽ പോരാ, ചോദിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായതുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിൽ എന്ത് തന്നെ വേണോ അത് ചോദിക്കണം ദൈവത്തോട്. എന്തിനാ ചോദിക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമ്മൾ കർത്താവെ ഇത് വേണം അത് വേണമെന്ന് ചോദിക്കാനല്ല കർത്താവ് പറഞ്ഞത്. അപ്പച്ച, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ, അത് ചോദിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമ്മളായിട്ട് ലിമിറ്റ് ചെയ്യുന്നല്ല
പറഞ്ഞിരിക്കുന്നത്. ഒരു വാഹനം മേടിക്കണമെന്ന് ഹൃദയത്തിനകത്തൊരാഗ്രഹം തോന്നുമ്പം നേരെ കർത്താവിൻ്റെ അടുക്ക ചെല്ലണം. അല്ലാതെ ഉണ്ടല്ലോ അപ്പുറത്തെ വീട്ടിൽ താമസിക്കുന്നവനോട് ചോദിക്കരുത് ഏത് വണ്ടിയാണ് നല്ലതെന്ന്. അല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ മലയാളികൾ പൊതുവെ വാങ്ങിക്കുന്ന വണ്ടി ഏതാ എന്ന് നോക്കരുത്. അതിന് പകരം ദൈവത്തോട് ചോദിക്കണം, അപ്പച്ച ഒരു വണ്ടിയുടേതായിട്ടുള്ള ഒരു ആവശ്യം എനിക്കുണ്ട്. സ്വർഗത്തിലെ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അപ്പച്ച ഞാൻ ഏത് വണ്ടിയാണ് മേടിക്കേണ്ടത്? ഞാൻ വിചാരിക്കും അതൊക്കെ ഒത്തിരി കൂടിയ ആത്മീയതയല്ല. കൂടിയ ആത്മീയത എന്നല്ല, അത് സിമ്പിളാണ്. നമ്മുടെ ലൈഫിൻ്റെ എല്ലാ മേഖലയാണ്. ഏനോ ദാവീദിൻ്റെ രീതി എങ്ങനെയാണ്? കർത്താവേ, ഞാൻ അവിടോട്ട് പോകണോ? ഞാൻ അവനെ പിന്തുടരണോ? ഞാൻ എവിടെ പാർക്കണം? എന്ത് ചെയ്യണം? ഇതൊക്കെ ചോദിക്കുക. അപ്പം നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ എല്ലാ ചെറുതും വലുതുമായ കാര്യങ്ങൾ സ്വർഗത്തിലെ അപ്പച്ചനോട് ചോദിച്ച് ചെയ്യാൻ അപ്പച്ചൻ ആഗ്രഹിക്കുന്നത്. അതാ ചോദിക്കാൻ പറഞ്ഞതിൻ്റെ മീനിങ്. അപ്പച്ച ഞാൻ ഒരു വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞാൻ എവിടെയാണ് മേടിക്കണ്ടേ? എൻ്റെ ഉള്ളിലൊരു ആഗ്രഹം വന്നിട്ടുണ്ട്. അപ്പച്ച ഞാനിത് എൻ്റെ മോട്ടീവ് റൈറ്റാണോ? ഞാൻ എൻ്റെ അകത്തെ ഹൃദയശുദ്ധിയോടുകൂടിയാണോ ഞാനിത് നോക്കുന്നത്? അത് നമുക്കൊന്ന് ദൈവത്തോട് ഇതെല്ലാം ദൈവത്തോട് ചോദിക്കാം നമുക്ക്. അപ്പച്ച ഒരു വീട് അത് എവിടെയാണ് ഞാൻ മേടിക്കണ്ടേ? ഏത് വീടാണ് ഞാൻ മേടിക്കണ്ടേ? ദൈവം സംസാരിക്കത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന അനേക കെടുതികളുടെ ഞാൻ എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിന് പറയാം. കെടുതികളുടെ എല്ലാം പ്രധാനപ്പെട്ട കാരണം എന്നറിയാമോ? സ്വന്തം വിവേകത്തിലൂന്നി ദൈവത്തോട് ആലോചന ചോദിക്കാതെ ഒരു വഴി നല്ലതെന്ന് നമുക്കങ്ങ് തോന്നി നമ്മളതങ്ങ് ചെയ്തു. അതുകൊണ്ടാണ് ഇതല്ല. നമുക്ക് പൂർണ്ണ സന്തോഷം വേണം, പൂർണ്ണ സമാധാനം വേണം, ഇതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. പക്ഷേ ദൈവത്തോട് നമ്മളൊന്നും ചോദിക്കത്തില്ല, ആലോചന ചോദിക്കത്തില്ല, ദൈവത്തോട് സംസാരിക്കത്തില്ല. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവത്തെ ലിമിറ്റും ചെയ്യില്ല. ഞാനത് എൻ്റെ ലൈഫിൽ പഠിപ്പിച്ചത്, നമ്മൾ ചർച്ചിന് വേണ്ടി സ്ഥലം നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിക്കകത്തുള്ള ലിമിറ്റ് എന്നറിയാം. നമ്മുടെ കുക്കിലൊതുങ്ങുന്ന, നമ്മുടെ ഇതിലൊതുങ്ങുന്ന 1 ഏക്കർ 1.5 ഏക്കർ ഇതായിരുന്നു നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്താഗതി. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനുണ്ടല്ലോ അവസാനം 1 ഏക്കറും പോയിട്ട് 3/4 ഏക്കറും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ആയപ്പോഴത്തേന് ദൈവത്തോട് പറഞ്ഞു, അപ്പച്ചൻ്റെ ചർച്ചാണ്, അപ്പൻ്റെ ചർച്ചിന് സ്ഥലമുണ്ട്, അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം. ഇനി ഞങ്ങൾ ദൈവമേ അങ്ങയുടെ ചർച്ചിന് വേണ്ടി ഒരു സ്ഥലം ഞങ്ങൾ പോയി അന്വേഷിക്കുന്നില്ല. അപ്പച്ച അങ്ങയുടെ കൂട്ടായ്മ, അങ്ങയുടെ സഭയ്ക്ക് ഭൂമിയിൽ പണിയുവാനായിട്ട്, അങ്ങയുടെ സഭയുടെ ഈ ചർച്ച് ഈ ഭൂമിയിൽ പണിയുവാനായിട്ട് സ്ഥലം എവിടെയാണെന്നൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോൾ ദൈവം തൻ്റെ ലിമിറ്റിനകത്താണ് കാണിച്ചത്, നമ്മുടെ ലിമിറ്റിനകത്തോണ്ടല്ല കാണിച്ചത്. കാരണം എന്നാണെന്നറിയാമോ? വീട്, കഴിഞ്ഞ ആഴ്ച, മുന്നത്തെ ആഴ്ച പറഞ്ഞല്ലോ, വീട് നമ്മുടെ വീടല്ല, ദൈവത്തിൻ്റെ ആലയമാണ്. സഭ നമ്മുടെ അല്ല, ദൈവത്തിൻ്റെ സഭയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തോണം അത് പണിയുന്നത്, അല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ നമ്മുടെ ഇതിനൊത്തോണമല്ല. നമ്മുടെ ഒത്തോളം പണിയുന്നത് നമ്മുടെ വേലയാണ്, നമ്മുടെ പ്രവൃത്തിയാണ്, അല്ലേ? അത് അങ്ങനെയാണ് ദൈവം എന്താ പറയുക 6 ഏക്കറുള്ള സ്ഥലമാണ് കാണിച്ചത്. അതിൻ്റെ പുറയിൽ ആരെങ്കിലും നമ്മൾ കടന്ന് വേർക്കേണ്ടി വന്നോ? അധ്വാനിക്കേണ്ടി വന്നോ? സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് നടത്തി, മുന്നോട്ട് നടത്താൻ വിശ്വസ്തനാണ്. അപ്പം ഞാനൊരിക്കൽ ചോദിച്ചു, ഈ ദൈവത്തിൻ്റെ ദൈവികമായ സഭയോടുള്ള ബന്ധത്തിൽ അതൊക്കെ ചെയ്യാമെങ്കിൽ നമ്മുടെ കാര്യം കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതിനെക്കാട്ടി, ആ കെട്ടിടത്തെക്കാട്ടിൽ വിലയേറിയതാ കുഞ്ഞെ നീ എനിക്ക്. നിന്റെ ജീവിതം അതിനെക്കാട്ടി ശ്രേഷ്ഠമായിട്ട് നടത്താൻ എനിക്കറിയാം. പക്ഷെ നീ എന്നോട് ചോദിക്കുക, നീ നിന്റെ ജീവിതം സ്വയമായി നടത്താൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നീ ഇങ്ങനത്തെ ചുരുക്കത്തിലും ലിമിറ്റഡിലും ഒക്കെ കടന്ന് വട്ടം തിരിയേണ്ടി വരുന്നത്. നീ എന്നോട് ആലോചന ചോദിക്കുക. ദൈവവചനം എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ താങ്കൾക്കുള്ളവരല്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. കർത്താവിൻ്റെ നമ്മുടെ അല്ല നമ്മൾ. അപ്പോൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് തീരുമാനിക്കാൻ നമുക്കെന്തോ അവകാശമുള്ളത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ? പ്രിയ ദൈവമക്കളെ, ഞാനിത് നെഗറ്റീവായിട്ടുള്ളൊരു വേർഡല്ല പറയുന്നത്. നമ്മുടെ ജീവിതം നയിക്കുന്നതിനെക്കാട്ടിലും ഉണ്ടല്ലോ, ഈ കഴിഞ്ഞ കാലങ്ങളിൽ കൊണ്ട് ചക്രം വലിച്ച് കടന്ന് നിരങ്ങി വലിഞ്ഞ് മുറുകി നമ്മുടെ ജീവിതം നടത്തിയതിനെക്കാട്ടിലും ശ്രേഷ്ഠമായിട്ടുണ്ടല്ലോ ദൈവത്തിന് പണ്ടേ സറണ്ടർ ചെയ്ത് നടത്താമായിരുന്നു. ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഞാൻ എന്നോടും കൂടെ ഇത് പറയുന്നത്. ഇന്ന് നമ്മൾ ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നെങ്കിൽ ആ ഇസ്രായേൽ മക്കളെ പോലെ അവിശ്വാസികളായി തീരാതെ വിശ്വസിക്കുന്നവരായിട്ട് തീരുക. എൻ്റെ ദൈവം എൻ്റെ ബുദ്ധിമുട്ടൊക്കെയും തൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്ത് തരും എന്ന് വിശ്വസിക്കാൻ തയ്യാറാകുമോ? എൻ്റെ ദൈവം എന്നെ നടത്തും. അത് ആത്മീയമാണ്. ശ്രേഷ്ഠമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ആത്മീയമാണ്, ഒന്നുമില്ലായ്മയല്ല ആത്മീയം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആത്മീയമെന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആത്മീയനായിട്ട് ജനിച്ചു, ഇനി ഞാൻ
ദൈവത്തിൽ നിന്ന് ശബ്ദം കേട്ട്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ആലോചന കേട്ടുകൊണ്ട് ഞാൻ മുന്നോട്ട് യാത്ര ചെയ്യുമ്പം, അത് ഏത് വിഷയത്തിലാണ്? നമ്മുടെ മക്കളുടെ വിഷയത്തിൽ, നമ്മുടെ ഭൗതിക വിഷയത്തിൽ, നമ്മുടെ ആത്മീയ വിഷയത്തിൽ, നമ്മുടെ ശാരീരിക വിഷയത്തിൽ, നമ്മുടെ മാനസിക വിഷയത്തിൽ, നമ്മുടെ ലൗകിക വിഷയത്തിൽ, എല്ലാ വിഷയത്തിലും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നെങ്കിൽ അത് ആത്മീയമാണ്. അത് പിന്നെ ലൗകികമല്ല. അത് നമ്മൾ ലോകം ചെയ്യുന്ന മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ അത് ലൗകികമാണ്. വീട് ലൗകികവുമാകാം ആത്മീകവുമാകാം. അതാണ് ഞാനിവിടെ പറഞ്ഞു വരുന്നത്. വാഹനം ലൗകികവുമാകാം ആത്മീകവുമാകാം. ആരുടെ ശബ്ദം കേട്ടാൽ അത് കിട്ടിയെന്ന് നോക്കിയാൽ മതി. ആരുടെ ശബ്ദത്തിനാണ് നിങ്ങളത് വാങ്ങിച്ചതെന്ന് നോക്കിയാൽ മതി. ഞാൻ ഈ കാര്യം കൂടെ ഒന്ന് ഒരു പിക്ചറും കൂടെ ഒന്ന് കാണിച്ചിട്ട് ഞാനിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നെബൂഖദ്നേസർ തൻ്റെ പ്രതാപമഹത്വത്തിനായി തൻ്റെ കൈയുടെ ബലത്താൽ, തൻ്റെ ശക്തിയാൽ, തൻ്റെ വിവേകത്താൽ, തൻ്റെ ജ്ഞാനത്താൽ ഒരു വലിയ മഹതിയാം ബാബിലോൺ പണിതെടുത്തു, അല്ലേ? പക്ഷെങ്കിൽ അതിനെക്കാട്ടിലും ശ്രേഷ്ഠവും ഉന്നതവുമായിരിക്കുന്ന ഒരു ആലയം ശലോമോൻ പണിതു. അത് തൻ്റെ പ്രതാപമഹത്വത്തിനും തൻ്റെ കരവിരുതും തൻ്റെ ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിൻ്റെ പ്രൊവിഷനിലും ചെയ്തെടുത്തു. ഇത് രണ്ടും രണ്ട് ബിൽഡിങ്ങുകളാണ്. ഈ നെബൂഖദ്നേസറിൻ്റെ ബിൽഡിംഗ് ഒന്നുമല്ല ശലോമോൻ്റെ ആലയമായിട്ട് തട്ടിച്ചു നോക്കിയാൽ. പക്ഷെ ഒന്ന് സ്വന്തം ബലത്താൽ പണിതെടുത്തതാണ്, സെൽഫ് മെയ്ഡ്. നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നില്ല, ഞാൻ സെൽഫ് മെയ്ഡാണ്. വേറെ പറയാം, എനിക്ക് കർത്താവ് തന്നതാണ്, ഇത് ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇത് എൻ്റെ ദൈവം എനിക്ക് തന്നതാണ്. ഞാൻ പറയട്ടെ, പല ആൾക്കാർക്കുണ്ടല്ലോ ഈ ഒരു എന്താ അറിയാമോ, ഒരു ഇത് കുറവാണ്, പ്രസ്റ്റീജ് കുറവാണ്, അതല്ലെങ്കിൽ ഉണ്ടല്ലോ ഒരു മാന്യത കുറവാണ്. ഞാൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇതെന്ന് പറയുന്നതിനകത്ത് വലിയൊരു ഊറ്റവും ധൈര്യവും ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ. പക്ഷെ നേരെ മറിച്ചുണ്ടല്ലോ, സ്വർഗത്തിലെ ദൈവം സൗജന്യമായി എനിക്ക് തന്നു എന്ന് പറയുമ്പോഴത്തേനുണ്ടല്ലോ, അത് ആൾക്കാരോട് പറയാനൊരു ബുദ്ധിമുട്ട്, അല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞാനിത് നിങ്ങളുടെ ചിന്തയ്ക്കായിട്ട് അങ്ങ് വിടുക. ഏതിലാണ് നിങ്ങൾ ഊറ്റം കൊള്ളുന്നത്? ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് എൻ്റെ വേർപ്പിൻ്റെ വിലയാണ് ഞാൻ ഈ കാണുന്ന കെട്ടിടം എന്ന് നമ്മൾ പറയുന്നതാണോ? എൻ്റെ സ്വർഗത്തിലെ ദൈവം അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ എനിക്ക് തന്നതാ എന്ന് പറയുന്നത് ഇതിലേതാണ്? നമുക്ക് ഊറ്റം കൊള്ളുന്നത് ഏതിനകത്താണ് എന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ആരുടെ ആലോചനയ്ക്കാണ് നടക്കുന്നത്, ആരിലാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാനായിട്ട് പറ്റും. ഞാനിത് പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുവാണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ ഈ കേട്ട വചനം നമ്മുടെ ചിന്തയ്ക്കൊന്ന് ഉതകട്ടെ, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാൻ ഉതകട്ടെ. യഥാർത്ഥത്തിൽ ഒരു ആത്മീയ ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്, അതോ പിശാച് പറയുന്ന ശബ്ദം കേട്ടിട്ട് ലൗകിക ജീവിതമാണോ നയിക്കുന്നത്? കർത്താവ് നമ്മുടെ ജീവിതം അത്ഭുതകരമായിട്ട് നടത്തും. ഈ കിടന്ന് കഷ്ടപ്പെട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ദൈവത്തെ വിശ്വസിച്ചാൽ മതി. പക്ഷെ നമുക്കിഷ്ടം പോലെ സമയം കിട്ടും കർത്താവിൻ്റെ വേലയ്ക്കും ദൈവിക വിഷയങ്ങൾക്കും എല്ലാം. എന്നാ കാര്യം എന്നറിയാമോ? ദൈവം തൻ്റെ പ്രിയന് കൊടുക്കുന്ന ദൈവമാണ്. തങ്കൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് വേണ്ടി സ്വർഗീയ ഭണ്ഡാരം തുറന്ന് കൊടുക്കുന്ന ദൈവമാണ്. അത് ഈ നിങ്ങൾ കോള് കാണത്തില്ല, കാറ്റ് കാണത്തില്ല, മഴയുടെ മേഘങ്ങൾ കാണത്തില്ല. പക്ഷെ വിശ്വാസത്താൽ ഇവിടെ നിങ്ങൾ കുഴികളെ കുഴിക്കുമെങ്കിൽ അതിനെ നിറയ്ക്കുവാൻ ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കാൻ നമ്മൾ തയ്യാറാകുക. വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ഇത് ലഭിക്കത്തുള്ളൂ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഹൃദയത്തിൽ ഒരൊറ്റ ആഗ്രഹം, ഒരു വാഞ്ച, അപ്പച്ചൻ്റെ ശബ്ദം, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു. അപ്പച്ച, ഞങ്ങൾ അങ്ങയുടെ ആടുകളാണ്. അങ്ങയുടെ ശബ്ദം എപ്പോഴും ഏതൊക്കെ കാര്യത്തിൽ എല്ലാ മേഖലയിലും കേൾക്കുവാൻ തക്കണമുള്ള ചെവി ഞങ്ങൾക്ക് തരുമാറാകണമേ. ലോകത്തിൻ്റെ ശബ്ദങ്ങൾ ദിനം പ്രതി വളരെ മുഖരിതമായ മേഖലയിൽ ഞങ്ങളുടെ ചുറ്റും മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞരങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവിതങ്ങളാണ് ഞങ്ങൾ. അപ്പച്ചാ, ഞങ്ങളുടെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്യുവാൻ, ഞങ്ങളൊന്ന് നല്ല രീതിയിൽ ഒന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് കേൾക്കാൻ തൊക്കെ ട്യൂൺ ചെയ്യുവാൻ, മറ്റേ റേഡിയോ സ്റ്റേഷനെല്ലാം തൽക്കാലത്തേക്ക് കുറച്ച് കാലത്തേക്ക് ഞങ്ങൾക്കൊന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാനായിട്ടൊന്ന് സെപ്പറേറ്റ് ചെയ്യുവാനായിട്ട് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. അതിനായിട്ടുള്ള വാഞ്ച ഞങ്ങളുടെ ഉള്ളത്തിൽ തരുമാറാകണമേ. അങ്ങയുടെ ആലോചനയാൽ നടത്തപ്പെടുവാൻ, ആത്മാവിനെ അനുസരിച്ച് നടക്കുവാൻ, ജഡത്തിൻ്റെ മോഹങ്ങൾ അങ്ങനെ നിവർത്തിക്കാതിരിക്കുവാൻ, ജഡത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യാതിരിക്കാൻ തക്കണം. കർത്താവ് ഞങ്ങളെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം, ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ. സ്തോത്രം.